ക്ലാസ് തുടങ്ങിയില്ല. Yeah. Morning. Good morning, ma'am. Good morning. Morning. Good morning, ma'am. Okay. CSSD എവിടെ വരെയാണ് നമ്മൾ എടുത്തത്? ക്വാളിറ്റി പറഞ്ഞു നിർത്തിയല്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയല്ലേ നമ്മൾ എടുത്തത്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. Page number 34. Okay. Start ചെയ്യാം. ഏതൊക്കെയായിരുന്നു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഏതൊക്കെയായിരുന്നു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? വായിച്ചു നോക്കിയില്ലേ ആരും? മെക്കാനിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ്. ഇത്ര വരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോർഷനിലോട്ട് കടക്കാം. നമുക്ക് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. First one, clean for dirty exchange. A sterilized article is provided at a CSSD issue counter in exchange for a used one at any time. എന്താണ്?
ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ടെക്സ്റ്റൈലില് പോയിട്ട് നമ്മള് തുണികൾ എടുക്കാറില്ല, മെറ്റീരിയൽസ് വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നോ, അതൊന്ന് നോക്കിയപ്പോ അതിനകത്ത് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കണ്ടു. അപ്പൊ എന്താണ്, വേഗം പോയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കും ഇല്ലേ? അങ്ങനെയാണോ ചെയ്യാറ്? അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോ വീട്ടിലേക്ക് ആർക്കെങ്കിലും വാങ്ങിച്ചപ്പോ അവർക്ക് ഇഷ്ടമായില്ല, അവരത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോയിട്ട് നമ്മള് എക്സ്ചേഞ്ച്, അവർക്ക് ഇഷ്ടമായത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നോക്കിയേ, ക്ലെയിം ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. എന്താണ്? ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ്, ചീത്തയായിട്ടുള്ള മലിനമായിട്ടുള്ള ഐറ്റംസ് എവിടേക്ക് കൊടുക്കും? CSST ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയത്, ക്ലീൻ ആക്കിയത്, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് വാങ്ങിക്കൊണ്ടു പോകുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ് കേട്ടോ. ഇത്രയും മാത്രം മനസ്സിലാക്കാം. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നു. CSD കൗണ്ടറിലോട്ട് കൊടുത്ത് അവിടെ നിന്നും പുതിയതായിട്ടുള്ള സ്റ്റെറിലൈസ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതിന് ചെയ്യുന്നുണ്ട്, പുതിയ അണുവിമുക്തമാക്കിയ ഐറ്റംസ് വാങ്ങിക്കൊണ്ടു പോകുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ച് ചെയ്യാം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മലിനമായ ഐറ്റംസ് കൊണ്ടുവന്ന് പുതിയത് ക്ലീൻ ആക്കിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കൊണ്ടു പോകുന്നു. ക്ലിയർ ആയോ? ഓക്കെ. ശ്രീലക്ഷ്മിനെ കാണാറില്ലല്ലോ. എന്ത് പറ്റി ശ്രീലക്ഷ്മിക്ക്? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും മിസ് കണ്ടില്ലല്ലോ. എന്താണ്? ക്ലിയർ ആയില്ല. പാടില്ലായിരുന്നോ? എന്താണ്? മാം ഓക്കെ ഓക്കെ. പൊങ്കാലയ്ക്ക് അല്ലെ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താണ്? അപ്പൊ ക്ലെയിം ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ക്ലിയർ ആയില്ലേ? എന്താണ്? നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് അല്ലെ, മലിനമായ ഐറ്റംസ് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവിടെ നിന്ന് CSD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയതായിട്ടുള്ള ക്ലീൻ ആക്കിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കൊണ്ടു പോകുന്നു. അതാണ് എക്സ്ചേഞ്ച് കേട്ടോ. എക്സ്ചേഞ്ച് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ആ വരികൾ മാത്രം തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ ആ വരികളിലെ അത് തന്നെ തന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. അതുപോലെ എന്താണ്? റിക്വസിഷൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആവശ്യത്തിന് അനുസരിച്ചിട്ട്, ഓക്കെ, ഒരു റിക്വസിഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യം അനുസരിച്ച് അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ എവിടെ നിന്ന്? CSD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒന്ന് വായിച്ചു നോക്കി, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് by users on a daily or regular basis. അടിയിലൊന്ന് വരച്ച് വെച്ചേ, മാർക്ക് ചെയ്ത് വെച്ചേ. അത് മാത്രം ഒന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സിസ്റ്റം ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്നുള്ളത് എക്സ്ചേഞ്ചിന്റെ അവിടെ ഒന്ന് വരച്ച് വെക്കാം, മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിസ്റ്റം ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ. റിക്വസിഷൻ സിസ്റ്റത്തിൽ പറയുന്നത് എന്താണ്? യൂസേഴ്സ് ഓൺ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് gathered by them at the CSSD counter. എന്താ പറയുന്നത്?
ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമനുസരിച്ച്, നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ആവശ്യമനുസരിച്ച്, നീഡ്സ് ആവശ്യം. അപ്പോ അവരുടെ ആവശ്യമനുസരിച്ച്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമനുസരിച്ച് ഡെയിലിയോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ CSSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് റിക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ ഐറ്റംസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ ആണോ? രണ്ട് സിസ്റ്റംസും, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ചും റിക്വിസിഷൻ സിസ്റ്റവും. ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എഴുതി വെക്കാട്ടോ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. എന്താണ് ഗ്രോസറി എന്ന് പറഞ്ഞാല്? എന്താ ഗ്രോസറി? ഗ്രോസറി എന്താ? നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിക്കാറില്ലേ പലവ്യഞ്ജനങ്ങൾ അല്ലെ, അല്ലെങ്കിൽ പലചരക്കുകൾ വാങ്ങിക്കാറില്ലേ നമ്മള്? വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പോ മിസ് എക്സാമ്പിൾ പറഞ്ഞുതരാം, ക്ലിയർ ആവട്ടോ. ഒന്ന് നോക്കാം. നമ്മുടെ വീട്ടില് നമ്മള് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കൊക്കെ പലചരക്ക് കടയിൽ നിന്ന് പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ മിസ് പറയുന്നത്? പലവ്യഞ്ജനങ്ങൾ നമ്മൾ 1 മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ വാങ്ങിച്ചു വെക്കാറുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കൊക്കെ പലചരക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കാറുണ്ട്. പലവ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, അരി അല്ലെ, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങള്. അപ്പോ അങ്ങനെ വാങ്ങിക്കുമ്പോ എന്താണ്, 1 മാസത്തേക്കാണ് നമ്മൾ വാങ്ങിക്കാറ്. ഇനിയിപ്പോ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ലിസ്റ്റ് കൊടുക്കാറുണ്ട് അല്ലെ, കൊടുക്കാറില്ലേ? ഇന്ന സാധനം പഞ്ചസാര 2 കിലോ, വെളിച്ചെണ്ണ 3 കിലോ ഇല്ലേ? നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ലിസ്റ്റ് എഴുതി നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ കൊടുക്കുന്നത്? അപ്പൊ അവരെന്ത് ചെയ്യും, ചിലപ്പോ വീട്ടിലേക്ക് ആരും ഇല്ലാത്തവരാണെങ്കിൽ ലിസ്റ്റ് കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? കൊണ്ടുവരും. അപ്പോ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവര് ചോദിക്കാറുണ്ടോ നമ്മളോട്, കഴിഞ്ഞ മാസം തന്ന സാധനങ്ങൾ തീർന്നോ? ചോദിക്കാറുണ്ടോ അങ്ങനെ? ഇല്ല. കാരണം എന്താണ്, അവർക്ക് അവരുടെ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുക എന്ന ജോലി മാത്രമാണ് അവർ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വീട്ടിലെത്തിക്കും, പക്ഷെ കഴിഞ്ഞ മാസം തന്ന സാധനങ്ങൾ തീർന്നുവെന്ന് അവർ ചോദിക്കാറില്ല. അതുപോലെ ഇവിടെയും എന്താണ് നോക്കിക്കോളൂ, each users demand for a specific period are delivered at suitable intervals regardless for whether the contents have been used or not. എന്താ പറയുന്നത്? Each users demand for a specific period for delivered at suitable intervals regardless for whether the contents have been used or not. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം മിസ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നുകൂടി പറയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇതിനു മുൻപ് ഉപയോഗിക്കാൻ തന്ന ഐറ്റംസ് ഉപയോഗിച്ച് കഴിഞ്ഞോ എന്ന് അവര് നോക്കാറില്ല. ക്ലിയർ ആയോ? ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എന്താണ്, കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്ന ഐറ്റംസ് ഉപയോഗിച്ചോ എന്ന് അവര് നോക്കാറില്ല. ഓക്കെ,
ഇനി പറയണോ? ഗ്രോസറി സിസ്റ്റം ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്നും കൂടിയും പറയാം, എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് മുൻപ് തന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചോ എന്നവര് നോക്കാറില്ല. ഓക്കെ, സ്റ്റെറിലൈസേഷൻ അല്ലെ, ഈ CSD കൗണ്ടറിൽ നിന്നുള്ള ഐറ്റംസ് അവർ കൊടുക്കുമ്പോ ഇതിനു മുമ്പ് ഞങ്ങൾ തന്ന ഐറ്റംസ് ഉപയോഗിച്ചോ എന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിനോടും ചോദിക്കാറില്ല, അവരത് ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഗ്ലോസറി സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓക്കെ ആണോ? ഓക്കെ, ആ 3 സിസ്റ്റംസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി നെക്സ്റ്റ് പറയുമ്പോ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ 3 സിസ്റ്റംസും. ഡൗട്ട്, ഈ 3 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് പറയണോ? രണ്ടാമത്തെ പോയിന്റ് റിക്വിസിഷൻ സിസ്റ്റം. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? CSSD കൗണ്ടറിൽ നിന്ന് ഈ ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ ഐറ്റംസ് കളക്ട് ചെയ്യുന്നു. അതിനെയാണ് റിക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായ ഐറ്റംസ് കൊണ്ടുവന്ന് CSD കൗണ്ടറിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? CSD കൗണ്ടറിൽ നിന്ന് അണുമുക്തമാക്കിയ പുതിയ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ എന്താണ്? ഒരു എക്സ്ചേഞ്ച് ആണല്ലോ നടക്കുന്നത്. ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവരിൽ നിന്ന് പുതിയതായിട്ടുള്ള മലിനമാക്കി അതുപോലെ തന്നെ അണുമുക്തമാക്കിയ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതൊരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 1, 2, 3. ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 3 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം കേട്ടോ. ഏതൊക്കെ വരുമെന്ന് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാൻ പറ്റില്ല, അപ്പൊ ഓരോന്നും നന്നായിട്ട് പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. സെക്കൻഡ്, റിക്വിസിഷൻ സിസ്റ്റത്തില് ഡെയിലി ഒരു റെഗുലർ ബേസിസ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഗ്രോസറി സിസ്റ്റത്തില് സ്യൂട്ടബിൾ ഇന്റർവെൽസ്, ആ ഇന്റർവെൽസ് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റം നോക്കിയേ. പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് user unit are maintained by delivery personnel from CF50 through frequent deliveries. എന്താണ് പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ? എന്താ പ്രീ അറേഞ്ച്ഡ്? പ്രീ അറേഞ്ച്ഡ് എന്താണ്? മുൻകൂട്ടി ക്രമീകരിച്ച, നേരത്തെ, അല്ലെങ്കിൽ എന്താണ്? മുൻകൂട്ടി ക്രമീകരിച്ച കേട്ടോ. മുൻകൂട്ടി അറേഞ്ച് ചെയ്ത, പ്രീ അറേഞ്ച്ഡ് അല്ലെ?
മുൻകൂട്ടി ക്രമീകരിച്ച അല്ലെങ്കിൽ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത സ്റ്റോക്ക്, അതിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വന്റ്ലി എന്നൊക്കെ പറയാറില്ലേ നമ്മള്? ഫ്രീക്വന്റ് എന്താ? ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാല് പതിവായിട്ട്, സ്ഥിരമായി അല്ലെങ്കിൽ പതിവായി. ഓക്കെ, അപ്പൊ ഇവിടെ കോട്ട സിസ്റ്റത്തിൽ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മൾ പറഞ്ഞ ഈ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇവിടെയും പറയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കിനെയാണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്. അതായത് എന്താണ്? മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് അവരുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അവർക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് എന്നുള്ളത് അവരിൽ നിന്നും മനസ്സിലാക്കി മുൻകൂട്ടി ക്രമീകരിക്കുന്നു. അവർക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് ഇനി ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടി ക്രമീകരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറി സ്റ്റാഫുകൾ വഴി, CSSDയിലുള്ള ഡെലിവറി സ്റ്റാഫുകൾ വഴി അവർക്ക് പതിവായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇനി എന്തെങ്കിലും ഐറ്റംസ് അവർക്ക് ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുൻകൂട്ടി ക്രമീകരിച്ച് വെക്കുന്നു. അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് മുൻകൂട്ടി ക്രമീകരിച്ച് വെക്കുന്നു. അതാണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്. എന്നിട്ട് ഈ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറി സ്റ്റാഫുകൾ വഴി CSSD കൗണ്ടറിലുള്ള അല്ലെങ്കിൽ CSSD ഡിപ്പാർട്ട്മെന്റിലുള്ള ഡെലിവറി സ്റ്റാഫുകൾ വഴി ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഫ്രീക്വന്റ് ആയിട്ട്, പതിവായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നമ്മുടെ എന്താണ് മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് അല്ലെ, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസും ഉൾപ്പെടുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര എണ്ണം ഇനി അവരുടെ കയ്യിൽ സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോക്ക് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്, ഇനി ഏതൊക്കെ ഐറ്റംസ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വേണം, അത് അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ മുൻകൂട്ടി ക്രമീകരിക്കുന്നു. ഇന്ന ഐറ്റംസ് അവർക്ക് വേണം, അവർക്ക് ആവശ്യമാണ്, അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രീ അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം CSSD ഡിപ്പാർട്ട്മെന്റിലുള്ള ഡെലിവറി സ്റ്റാഫ് വഴി എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഡെലിവറി ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട്, പതിവായിട്ട് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് എപ്പോഴൊക്കെയാണ് ഐറ്റംസ് ആവശ്യമായിട്ട് വരുന്നത് അതനുസരിച്ച് പതിവായിട്ട് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, എന്താണോ എന്ന് പറഞ്ഞു കൊടുത്തേ. ഫ്രീക്വന്റ് ഓക്കെ. ഇനി എന്താണ്? ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, ചുമ വരുന്നു. ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തുണ്ടാവും? അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ബി മെഷർ അല്ലെ, സോറി മസ്റ്റ് ബി എൻഷർ അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഏരിയ കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ CSSD ഡിപ്പാർട്ട്മെന്റില് അവര് കറക്റ്റ് ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആരും ഉറപ്പുവരുത്തണം? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തണം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്, നിരീക്ഷിക്കുക കേട്ടോ. മോണിറ്റർ എന്ന് പറഞ്ഞാല് നിരീക്ഷണം. ഓക്കെ, നോക്കിക്കോളൂ. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. എന്താണ് വർക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാല്? തൊഴിൽ പരിശീലനം അല്ലെ. വർക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് തൊഴിൽ പരിശീലനം. ഇതിന് മസ്റ്റ് ആയിട്ട് ഓവർസീൻ ചെയ്യണം. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വർക്കേഴ്സ് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് ഓവർസീ ചെയ്യണം. പിന്നെന്താണ്? റിട്ടൺ പോളിസീസ് procedures must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterilized supplies. എന്താണ് അവര് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. റിട്ടേൺ ഫോമിലാണ് അവർ എഴുതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പോളിസിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ആരും ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് CSSD എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഐറ്റംസും മലിനമായ ഐറ്റംസ് കൊണ്ടുവരുന്നു, ക്ലീൻ ചെയ്യുന്നു അല്ലെ, ഡിസിൻഫെക്റ്റ് ആക്കുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു അല്ലെ, മുക്തമാക്കുന്നു. ആ പ്രോസസ്സാണ് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഐറ്റംസ് ക്ലീൻ ആക്കുന്നുണ്ടോ, ഡിസിൻഫെക്റ്റ് ആക്കുന്നുണ്ടോ, അതുപോലെ സ്റ്റെറിലൈസ് ആക്കുന്നുണ്ടോ, അതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞ ഐറ്റംസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഈ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതാണ്. ഇനി എന്താണ്? Sterility cannot be attained or maintained. The system have failed എന്നാക്കണം കേട്ടോ. അവിടെ failed FO ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചാപ്റ്ററിൽ ഓക്കെ ആണോ? PDF-ലോ ടെക്സ്റ്റ് ബുക്കില് failed തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ. അപ്പോ ഫെയിൽഡ് എന്താണ്? കറക്റ്റ് ആയിട്ട് അല്ലെ അണുനശീകരണം വരുത്തിയില്ലെങ്കിൽ ഈ സിസ്റ്റം എന്താണ്? ഫെയിൽ സിസ്റ്റം ആണ് അല്ലെ, ഫെയിൽ ആകും. ഓക്കെ, നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയിട്ട് വേണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്ത് ചെയ്യാനായിട്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും എന്താണ്? സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ CSSD ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ്സുകള് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ പോയിന്റ്സുകൾ അവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, നിരീക്ഷിക്കുന്നത് ആരാണ്? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഒരു മോണിറ്റർ അല്ലെ അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ആ പോയിന്റ് നോക്കിയേ. Decontaminating, terminally sterilization and cleaning or reusable items of disposable items അല്ലെ. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അണുമുക്തമാക്കിയ അല്ലെങ്കിൽ എന്താണ് അണുക്കളുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് അത് ക്ലീൻ ആക്കി അത് സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെ. ഇനി റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും അതിനകത്ത്. ഏതൊക്കെയായിരിക്കാം റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ്? പറയാൻ പറ്റുമോ? Reusable items example. ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എന്താണ്? ക്ലോത്ത്. ഓക്കെ, പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ റീയൂസബിൾ ആണല്ലേ? ആണോ?
ഓക്കെ, കത്രികയ്ക്ക് ചിലപ്പോ എന്താണ് ഡിസ്പോസിബിൾ വളഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഷാർപ്നെസ് പോയതൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എന്താണ് ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് വീണ്ടും നമുക്ക് റീസൈക്കിൾ ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് ഡിസ്പോസൽ ചെയ്ത് കളയുമ്പോൾ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവര് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം. പിന്നെ എന്താണ് ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നല്ല രീതിയിൽ പാക്ക് ചെയ്യാം, കവർ ചെയ്യാം, അത് ലേബിൾ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. അതെന്താണ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അല്ലെ ചേംബറിൽ നമ്മൾ വെക്കാറുണ്ട്, ഐറ്റംസ് വെക്കില്ലേ സ്റ്റെറിലൈസേഷൻ ചേംബറിൽ, അതാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്നുണ്ടല്ലേ ഐറ്റംസ്, അപ്പൊ അതിനെയാണ് അൺലോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ, നമ്മൾ കറക്റ്റ് ടൈമില് അതെന്ത് ചെയ്യണം, കറക്റ്റ് ടൈം. ഇപ്പോ ഓട്ടോക്ലേവ് ഒക്കെ ആണെങ്കിൽ 20 minutes ആണ് അല്ലെ അതിന്റെ വർക്കിംഗ് പ്രോസസ് ടൈം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ടൈമിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ മോണിറ്റർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോ 20 minutes അത് കുറവാണെങ്കിൽ എന്താണ് ആ മിഷൻ ക്വാളിറ്റിയോടെ അല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമില് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന റെക്കോർഡിംഗ് ടൈമില് അത് പൂർത്തിയാക്കണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങള് കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം. പിന്നെ എന്താണ് ഡിസ്പ്ലേ ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് പ്രഷർ ടൈം കൊടുക്കാറുണ്ട്, അതുപോലെ ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് ഇരിക്കണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓട്ടോക്ലേവ് ആണെങ്കിൽ എന്താണ് 121 സെന്റിഗ്രേഡിൽ അല്ലെ 15 പ്രഷർ കൊടുത്തിട്ട് ആണോ? ഓർമ്മയുണ്ടോ അതൊക്കെ? 121 15 പ്രഷർ ആണോ? അതുപോലെ തന്നെ 20 minute അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആണോ? ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. ഡിസ്പ്ലേ ചെയ്ത് അത് കീപ്പ് ചെയ്യാൻ. പിന്നെന്താണ് adhering to safety measures and preventive maintenance protocol. എന്താണ് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാല്? സുരക്ഷാ നടപടികളും പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ അല്ലെ, പ്രതിരോധ പരിപാലന പ്രോട്ടോകോളും കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ടോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അവർ കൃത്യമായിട്ട്, അതുപോലെ സേഫ്റ്റി മെഷേഴ്സും കൃത്യമായിട്ട് അവർ പിന്തുടരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്. അതുപോലെ സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൽ ഐറ്റംസ്, നല്ല രീതിയിൽ അല്ലെ സ്റ്റോറേജ്, നമ്മള് അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് നല്ല ക്ലീനിങ് ഏരിയയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ എന്താണ് വീണ്ടും മലിനമാകാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെന്താണ് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. റെഡി ഫോർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. എന്താണ് കവറിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ട് വേണം സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണ് ഐറ്റംസ് അണുവിമുക്തമാക്കാനായിട്ട് അല്ലെ എന്താണ് മലിനമാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ കൈകളിൽ നിന്നൊക്കെ രോഗാണുക്കൾ അല്ലെങ്കിൽ അണുക്കളൊക്കെ ആ ഐറ്റംസിൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നല്ല രീതിയിൽ റെഡി ഫോർ യൂസിന് വേണ്ടി സ്റ്റെറിലൈസ് ചെയ്താണ് മുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെന്താണ് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്. എന്താണ് സ്റ്റെറൈൽ ചെയ്ത ഐറ്റംസ് സ്റ്റെറൈൽഡ് ഏരിയയിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റെറൈൽഡ് ഫീൽഡിൽ അല്ലെങ്കിൽ സ്റ്റെറൈൽഡ് ഏരിയയിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്താ പറയുന്നത്? മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്.
അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റെറൈൽ ഏരിയയിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നമ്മൾ CST പഠിച്ച CST-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലിയർ അല്ലേ? ആദ്യം മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയല്ലോ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇനി ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ CSST ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSST മാനേജർ ഇൻചാർജ്. CSST മാനേജർ ഇൻചാർജ് ഉണ്ട്, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നോക്കിക്കോളൂ, സിംഗിൾ പോയിന്റ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSST അല്ലെ. CSST ഡിപ്പാർട്ട്മെന്റ് എന്തായിട്ട് ഓവറോൾ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടത്, മേൽനോട്ടം വയ്ക്കേണ്ടത് ആരാണ്? ഈ മാനേജർ ഇൻചാർജ് ആണ്. പിന്നെ എന്താണ്? ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. നമ്മൾ പറഞ്ഞു എന്താണ്? ഓരോ ഐറ്റത്തിനും ഇത്ര ടെമ്പറേച്ചർ, ഇത്ര പ്രഷർ, ഇത്ര ടൈമിൽ അവരത് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ അല്ലെ. ഓട്ടോക്ലേവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? 121 ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് 15 പ്രഷർ കൊടുത്ത് 20 മിനിറ്റില് അതിന്റെ പ്രോസസ്സിൽ കംപ്ലീറ്റ് ആക്കണം അല്ലെ. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടൈമില് ഇത് പൂർത്തിയാക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ പ്രദർശിപ്പിക്കേണ്ടതും അവരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്? CSST മാനേജർ ഇൻചാർജിന്റെ ആണ്. എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കി നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെന്താണ്? സൂപ്പർവൈസിങ് ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. എന്ത് ചെയ്യണം? അവിടെയുള്ള സ്റ്റാഫുകളെ ട്രെയിനിങ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് ആൻഡ് റെക്കോർഡ്സ്. Directing the duty roster and records. Duty roster എന്ന് പറഞ്ഞാല് എന്താണ്? ഡ്യൂട്ടി റോസ്റ്റർ എന്താണെന്നറിയോ? ഡ്യൂട്ടി റോസ്റ്റർ ഇല്ല. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ സ്റ്റാഫിനും ടൈം ഷെഡ്യൂളിംഗ് ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു സ്റ്റാഫിന് ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ വേറെ സ്റ്റാഫിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും ഇല്ലേ. ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് ടൈം, ഓക്കെ, ഷിഫ്റ്റിംഗ് ടൈമിനെയാണ് നമ്മള് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവർ അവിടെ എഴുതി വെച്ചിരിക്കാം. ഷിഫ്റ്റിംഗ് ടൈം, ഓരോരുത്തരുടെ ഷിഫ്റ്റിംഗ് ടൈം ഒക്കെ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യാം. പിന്നെന്താണ്? അലോട്ടിംഗ് റിസോഴ്സസ് അല്ലെ. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങള്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ്, എക്യുപ്മെന്റ്സ്, അതനുസരിച്ചിട്ട്. അതുപോലെ തന്നെ സ്റ്റാഫിനെയൊക്കെ ചിലപ്പോ അത്യാവശ്യമായിട്ട് വരും, കുറേയധികം സ്റ്റാഫിനെയൊക്കെ. അങ്ങനെയുള്ള സ്റ്റാഫിനെ അലോട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മെഷീനൊക്കെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ മെഷീൻ അനുവദിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും മാനേജർ ഇൻചാർജിന്റെയാണ്. അതുപോലെ എന്താണ്? cost control measure to scrutinize and decrease the number of cycles. Scrutinize എന്ന് പറഞ്ഞാൽ എന്താണ്? Scrutinize സൂക്ഷ്മ പരിശോധന. സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ച് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. മനസ്സിലായോ? മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, സൂക്ഷ്മ പരിശോധന നടത്തി. അതുപോലെ തന്നെ ഈ സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് മെയിൻ പോയിന്റ്, കോസ്റ്റ് കൺട്രോൾ. ഇനി എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററീസ്
ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? വിവര പട്ടിക. ഓർമ്മയുണ്ടോ? നമ്മള് CSC തുടങ്ങിയപ്പോ പറഞ്ഞതാണ് വിവര പട്ടിക. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവര പട്ടിക. ഓരോ എക്യുപ്മെന്റ്സിന്റെയും അല്ലെങ്കിൽ സപ്ലൈസിന്റെയും അതുപോലെ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാല് ഉപഭോക്ത വസ്തുക്കൾ, അതിന്റെയും കൺസ്യൂമബിൾസിന്റെയും സപ്ലൈസിന്റെയും വിവര പട്ടിക മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? മാനേജർ ഇൻചാർജിന്റെയാണ്. ാണോ? ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓവറോൾ ആയിട്ട് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓവറോൾ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാം CSC ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ എന്താണ്? ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഓരോ കാര്യങ്ങളും ടൈം, പ്രഷർ, ടെമ്പറേച്ചർ പ്രദർശിപ്പിക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? മാനേജർ ഇൻചാർജിന്റെയാണ്. അതുപോലെ സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ഇതിന്റെ ഡ്യൂട്ടിയും മാനേജറിന്റെയാണ്, മാനേജർ ഇൻചാർജിന്റെയാണ്. അതുപോലെ തന്നെ എന്താണ്? ഡ്യൂട്ടി റോസ്റ്റർ, ഷിഫ്റ്റിംഗ് ടൈമുകള്, അങ്ങനെയുള്ള റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, സ്റ്റാഫിനൊക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ എന്താണ്? വിഭവങ്ങളാണ് അല്ലെ, റിസോഴ്സസുകളാണ്. അതൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കാം, അനുവദിച്ചു കൊടുക്കാം. അതുപോലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ, ഓരോ സപ്ലൈസിന്റെയും കൺസ്യൂമബിൾസിന്റെയും ഇൻവെന്ററി വിവര പട്ടിക മാനേജ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ മാനേജർ ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാലും ഉപഭോക്ത വസ്തുക്കൾ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ CSC ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പോയിന്റ്സില്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മോർച്ചറി സർവീസസ് കേട്ടോ. നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് മോർച്ചറി. ഓക്കെ, CSSD കംപ്ലീറ്റ് ആയില്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ ആണോ? മോർച്ചറി സർവീസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അടുത്ത ചാപ്റ്ററില്? ക്ലിയർ ആണ്. അപ്പോ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 10 മോർച്ചറി സർവീസസ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, ഇനി അറിയാൻ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. 58. എന്താണ് മോർച്ചറി എന്ന് പറഞ്ഞാല്? അറിയാം അല്ലെ? മോർച്ചറി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡെഡ് ബോഡികൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഈ മോർച്ചറി ഏത് ഭാഗത്തായിട്ട് ആയിരിക്കും കാണുന്നത്? ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ആണോ? ഫ്രണ്ട് സൈഡ്, ഫ്രണ്ട് വശത്ത് തന്നെ ഉണ്ടാവോ? അല്ലെങ്കിൽ സൈഡ് ഭാഗത്താണോ? ബാക്കിലായിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ബാക്കില്?
അങ്ങനെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പ്രൈവസി വേണം. ഓക്കെ, ഡെഡ് ബോഡീസ് ഒക്കെ എന്താണ്, ചിലപ്പോ ഇനി ഡെഡ് ബോഡീസ് ഒക്കെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ല, അവിടെ പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ അങ്ങനെ പ്രയാസമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, പ്രൈവസി ആവശ്യമാണ് ഈ മോർച്ചറിക്ക് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്, അണുക്കളൊക്കെ എന്താണ് മോർച്ചറിയിൽ നിന്ന്, ഡെഡ് ബോഡീസിൽ നിന്നൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ മോർച്ചറി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ മോർച്ചറി എന്ന് പറഞ്ഞാല് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന പ്ലേസ് ആണ്. ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഡെഡ് ബോഡീസിൽ നിന്നാണ് അണുക്കള് അല്ലെ, അണുക്കളൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ലൊക്കേഷനിൽ വെച്ചിരിക്കുന്നത് ലൊക്കേഷൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ. ചാപ്റ്റർ 10 മോർച്ചറി സർവീസ് നോക്കിക്കോളൂ. Mortuary is an inevitable part of every hospital. It handles the preservation of dead body so that the forensic clinicians and pathologists may investigate the causes of death and make scientific investigation. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, 3 പോയിന്റ്സ് ആണ് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് ഇവിടെയും വായിക്കാം. മോർച്ചറി ഈസ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ. ഇൻവൈറ്റബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവൈറ്റബിൾ എന്താണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി നോക്കി, ഇറ്റ് ഹാസ് handles the preservation of the dead body. എന്താണ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? സൂക്ഷിച്ചു വെക്കുക അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? മോർച്ചറിയിലാണ് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ്, മരണകാരണം, അതുപോലെ തന്നെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ശാസ്ത്രീയ പരിശോധനകൾ നടത്താറുണ്ട്. അതാരൊക്കെയാണ്? ഫോറൻസിക് ക്ലിനീഷ്യൻസും അതുപോലെ പാത്തോളജിസ്റ്റ്. ഫോറൻസിക് ക്ലിനീഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? ഫോറൻസിക് വിദഗ്ധർ. അതുപോലെ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാത്തോളജിസ്റ്റ് ആരായിരിക്കും? ഡിസീസസില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ഡിസീസസില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഫോറൻസിക് എക്സ്പേർട്ട് അങ്ങനെ ഫോറൻസിക് ക്ലിനീഷ്യൻസും പാത്തോളജിസ്റ്റുമാണ് ഈ ഡെഡ് ബോഡീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അല്ലെ. എന്തായിരിക്കാം അവര് മരിക്കാനായിട്ടുള്ള കാരണം, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് ഇവര് രണ്ടുപേരുമായിരിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഹോസ്പിറ്റലിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഈ മോർച്ചറിയില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? മരണകാരണവും അതുപോലെ തന്നെ സയന്റിഫിക് പരിശോധനകൾ നടത്തുന്നത് ആരാണ്? ഫോറൻസിക് ക്ലിനീഷ്യൻസ്, ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പാത്തോളജിസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. A morgue or mortuary. മോർച്ചറിനെ പറയുന്ന അനദർ നെയിം അല്ലെങ്കിൽ മോർച്ചറി is also known as എന്താണ്? Morgue. A morgue or mortuary is used for the storage of dead bodies
waiting for identification or removal, autopsy, burial, cremation or some other post-death ritual. എന്താണ് മോർച്ചറിനെ പറയുന്ന മറ്റൊരു പേരാണ് മോർഗ്. ഇനി അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ യൂസ് ചെയ്യുന്നത്? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്നത്, ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് മോർച്ചറിയില്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ അല്ലെ, തിരിച്ചറിയാനായിട്ട്. നമ്മൾ തിരിച്ചറിയാൻ ഇത് ആരുടെ ഡെഡ് ബോഡീസ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താണ് റിമൂവൽ. ഇനി എന്താണ് ഓട്ടോപ്സി, ബ്യൂറിയൽ. എന്താണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞാല്? ഓട്ടോപ്സി എന്താ? ഓട്ടോപ്സി അറിയില്ല? ഓട്ടോപ്സി എന്താ? പോസ്റ്റ്മോർട്ടം. അറിയാത്തവർ എഴുതി വെക്കാം കേട്ടോ. ഓട്ടോപ്സി എന്ന് പറഞ്ഞാല് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വെച്ചിരിക്കുന്നതാവാം. ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ മോർച്ചറിയില്. എന്തിനു വേണ്ടിയിട്ടാവാം? ഡെഡ് ബോഡി ആരുടേന്നാണെന്ന് തിരിച്ചറിയാനായിട്ട്. അല്ലെങ്കിൽ എന്താണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാവാം. അല്ലെങ്കിൽ ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂറിയൽ എന്തായിരിക്കും? ബ്യൂറിയൽ മീനിങ് വെരി ഗുഡ്. അടക്കം. അടക്കം ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാവാം. ഓട്ടോപ്സി, ബ്യൂറിയൽ, ഐഡന്റിഫിക്കേഷൻ. ഇനി ക്രിമേഷൻ എന്താ? ക്രിമേഷൻ ക്രിമേഷൻ ശവദാഹം അല്ലെങ്കിൽ ശവസംസ്കാരം. ഓക്കെ, ഓക്കെ, ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാവാം. ഓക്കെ, ഇനി എന്താണ്? ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽ അല്ലെ. ഓക്കെ, അപ്പൊ എന്തിനായിരിക്കും? നമ്മൾ പറഞ്ഞു ആദ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്, അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ, അല്ലെങ്കിൽ ശവസംസ്കാരത്തിന്. പിന്നെ എന്താ പറയുന്നത്? ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വല്, മറ്റേതെങ്കിലും മരണാന്തര ചടങ്ങുകൾക്ക് മാറ്റിവെച്ചിരിക്കുന്നതാവാം. ക്ലിയർ ആയോ? ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മോർച്ചറി എന്ന് പറഞ്ഞാല് അതിനെ പറയുന്ന വേറൊരു പേരാണ് മോർഗ് എന്ന് പറയുന്നത്. ഇനി മോർച്ചറിയിൽ നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, തിരിച്ചറിയാൻ, അല്ലെങ്കിൽ എന്താണ് ഓട്ടോപ്സി അല്ലെ, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ അടക്കം ചെയ്യാനായിട്ട് വെച്ചതാവാം, അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് വെച്ചതാവാം, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും മരണാന്തര ചടങ്ങുകൾക്ക് മാറ്റി വെച്ചിരിക്കുന്നതാവാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താണ്? The term morgue is derived from French word mort, which means to look solemnly to defy. Morgue is mostly used in North American English, while mortuary is more common in British English. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാനുണ്ട്. The term morgue is derived from French word morgue അല്ലെ. ഫ്രഞ്ച് വേർഡായ മോർഗിൽ നിന്നാണ് മോർഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണ്. സെയിം വേർഡാണ് കേട്ടോ. എന്താണ്? മോർഗിൽ നിന്നാണ് അല്ലെ. ഫ്രഞ്ച് വേർഡായ മോർഗിൽ നിന്നാണ് മോർഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? Which means to look solemnly to defy. മാർക്ക് ചെയ്ത് വെച്ചേ. To look solemnly to defy. എന്താണ് to look solemnly to defy എന്ന് പറഞ്ഞാല്? ഗൗരവത്തോടെ ഇല്ലേ, ടെക്സ്റ്റിൽ ഇല്ല. To look solemnly to defy എഴുതി വെച്ചോളൂ കേട്ടോ. എന്താ കൊടുത്തിരിക്കുന്നത് അപ്പൊ ടെക്സ്റ്റില്? വിച്ച് മീൻസ് എന്ന് പറഞ്ഞിട്ടില്ല.
മീനിങ് ഇല്ല. അപ്പൊ ഈ ഫസ്റ്റ് സെന്റൻസ് ഉണ്ടോ? The term morgue is derived from the French word morgue. അതുണ്ട്. അതിനുശേഷം എന്താ കൊടുത്തിരിക്കുന്നത്? Morgue is most commonly used ആണല്ലേ? അതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ മീനിങ് ഒന്നും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. വിച്ച് മീൻസ് ലുക്ക് solemnly to defy. അതൊന്നും കൂടി എഴുതി വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ടോ? ടെക്സ്റ്റിലുണ്ടോ? ടെക്സ്റ്റിലുള്ളവരെ എഴുതണ്ട, ഇല്ലാത്തവരൊന്ന് എഴുതി വെക്കാം കേട്ടോ. ചിലപ്പോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ. അപ്പോ ഫ്രഞ്ച് വേർഡായ മോർഗിൽ നിന്നാണ് മോർഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ടു ലുക്ക് solemnly to defy. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. അതാണ് ഇപ്പൊ അതിന്റെ മീനിങ്. ടു ലുക്ക് solemnly to defy. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. ഇതിക്ക് ഞങ്ങൾ പറയാം കേട്ടോ. solemnly to defy. ഓക്കെ. അതിന്റെ മീനിങ് ആണ് മിസ് പറഞ്ഞത്, ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് morgue is mostly used in North American English, while mortuary is more common in British English. അപ്പൊ നോർത്ത് അമേരിക്കയിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? മോർഗ് എന്ന വേർഡാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മോർച്ചറി എന്നാണ്. ഇതാണ് അതിന്റെ മീനിങ് കേട്ടോ. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മോർഗ് എന്നും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മോർച്ചറി എന്നാണ്. അപ്പൊ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഏത് ഇതായിരിക്കും? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിരിക്കോ? നമ്മൾ എന്താ പറയാറ്? മോർഗ് എന്നാണോ പറയാറ്? വെരി ഗുഡ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ നമ്മൾ മോർച്ചറി എന്നാണ് പറയാറ് അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ ആണ്. 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. മോർച്ചറി വേർഡിനെ പറയുന്ന വേറൊരു പേര് മോർഗ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മോർഗിന്റെ മീനിങ് ടു solemnly to defy. ഓക്കെ. അതുപോലെ ആ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മോർഗ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മോർച്ചറി. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഗൈഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലേ? ഗൈഡ് വാങ്ങിച്ച് പഠിച്ചാൽ മതി. മെയിൻ എക്സാമിന് ഗൈഡിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സാറ് പറഞ്ഞില്ലേ നിങ്ങളോട്? ഓക്കെ. അപ്പൊ ഗൈഡ് ഉണ്ട്. അപ്പൊ ഗൈഡ് വാങ്ങിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഗൈഡ് ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ കിട്ടും. ഓക്കെ. അതറിയില്ല, നിങ്ങള് ഓഫീസിൽ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ക്ലിയർ ആയോ 3 പോയിന്റ്സും? ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഇത്രയും കാര്യങ്ങള്. ഡിഫൈൻ അല്ല മോളെ, ഡിഫൈ. ഇത് നോക്കൂ, സ്പെല്ലിംഗ് നോക്കിക്കോളൂ. DEFB FY കേട്ടോ. DEFY. സ്ക്രീനിൽ നോക്കി എഴുതിക്കോളൂ കേട്ടോ.